ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ്മി 12 ഒരു അൺബോക്സ് വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ മേടിച്ചിട്ട് ഒരു മൊബൈലാണ്. വീഡിയോക്ക് ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ അടുത്ത് ബെല്ലേക്ക് നാളാക്കിയിട്ട് മറക്കരുന്നില്ല. ഞാൻ ചെയ്യുന്ന പുതിയൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് അവസരം കണ്ടി ലൈക്ക് ചെയ്യുന്നത് മറന്നു. ലൈക്ക് തന്നെ കാണുക. നിങ്ങൾ ഷെയർ ലൈക്ക് കമന്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഓപ്പൺ ആക്കാം. റെഡ്മി 12 ആണ്. ഇതിന്റെ മെയ്ഡ് വരുന്നത് ഇന്ത്യയാണ്. അതായത് 50 MB ക്യാമറയാണ്, 128 GB മെമ്മറി, 8 GB റാം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കമ്പനി 5000 mAh ബാറ്ററിയാണ്, 22.5 വാൾട്ട് ആണ്, ഫാസ്റ്റ് ചാർജർ ആണ് ഇത് കമ്പനി കൊടുത്തിരിക്കുന്നത്. ക്യാമറ കൊടുത്തിരിക്കുന്നത് 50 MB അൾട്രാ വൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.79 FHD ഡോട്ട് ഡിസ്പ്ലേ ആണ് കമ്പനി ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്നത് നമ്മളെ മൊബൈൽ. അപ്പോൾ നമുക്ക് ഇനി ഓപ്പൺ ആക്കിയിട്ട് ഇനി കൂടെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നോക്കാം. സാധാരണ മൊബൈലൊന്നും ഇപ്പോഴത്തെ മൊബൈലിന് ചാർജറൊന്നും കൂടെ വരാറില്ല. അപ്പോൾ ഇതിൽ നമുക്ക് അതുണ്ടോന്നൊക്കെ നോക്കാം. മൊബൈൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ബോക്സിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബോക്സിൽ നമ്മൾ സിം ഇടാനായിട്ടുള്ള പിന്ന് കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് വന്നിട്ടുണ്ട്. 22.5 വാൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഇപ്പോൾ കമ്പനി തന്നിരിക്കുന്നത്. ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതിന്റെ ടൈപ്പ് സി കേബിളാണ് അടുത്തത് അതിന്റെ കൂടെ ഉള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടാകുന്നുള്ളത് നോക്കാം. ഈ സൈഡിലൊന്നുമില്ല. ഹെഡ്ഫോണും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കമ്പനി തന്നത് തന്നെ വലിയ ഉപകാരമാണ്. എന്ന് വെച്ചാൽ സാധാരണ ഇത്രയും പോലും തരാറില്ല. പിന്നെ അതിൻ്റെ ഇവിടെ ഇതിൻ്റെ അകത്ത് അതിൻ്റെ യൂസർ മാനുവൽ ബുക്ക്, പിന്നെ ഈ സൈഡിൽ അതിൻ്റെ യൂസർ മാനുവൽ ബുക്ക്, അതിലെ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഒരു സിലിക്കോൺ കവറാണ്, നല്ല ക്വാളിറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള സിലിക്കോൺ കവറാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളെ മൊബൈൽ എടുക്കാം. ഇതാണ് നമ്മളെ മൊബൈൽ. അടിപൊളിയായിട്ടൊരു മൊബൈലാണ്. നിങ്ങൾ കാണാം ഇവിടെ അടിപൊളി ഫ്ലാറ്റ് എഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അതിനെ ക്യാമറ കൊടുത്തിരിക്കുന്നത് 3 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് ടൈപ്പിലുള്ള 3 ക്യാമറ. ഇവിടെ അതിൻ്റെ ഫ്ലാഷ്, അതിനൊക്കെ നമ്മളെ ടോർച്ച് ലൈറ്റ് ഫ്ലാഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. റെഡ്മീന് ഇവിടെ കമ്പനിയുടെ പേര് കൊടുത്തിട്ട് കാണാൻ നല്ല കേസിലൊക്കെ ഇടുമ്പോൾ കറക്റ്റ് അടിപൊളിയാണ്. നല്ല ഫ്ലാറ്റ് ആണ്, നല്ല വേറെ ലെവലാണ് മൊബൈൽ. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒട്ടിച്ച് വരുന്നതാണ്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഡിസ്പ്ലേ ഒട്ടിക്കാൻ നിൽക്കേണ്ട. ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ഡിസ്പ്ലേ ഇവിടെ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊന്ന് കവറിലിടാം. ഇപ്പം നമ്മൾ കവർ ഇട്ടിട്ടുണ്ട്. കവർ ഇട്ടേക്കണം പോലും അറിയാൻ പറ്റില്ല, അത്ര നല്ല അടിപൊളി കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ബുക്ക് കവർ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ബുക്ക് കവറാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മൾ തറയിൽ വീണമെന്ന് മൊബൈലിനൊന്നും മൊബൈലൊന്നും സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ വർക്കിനൊക്കെ പോകുന്നുണ്ട്. എൻ്റെ മൊബൈൽ സാംസങ്ങിൻ്റെ മൊബൈലാണ്. അത് ഞാൻ ബുക്ക് കവറാണ് ഇട്ട് യൂസ് ചെയ്യുന്നത്. ബുക്ക് കവർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കവറിലൊന്നും അതായത് ഒരുപാട് തവണ തറ വീണിട്ടുണ്ട്. എൻ്റെ മിക്കുള്ള വീഡിയോസ്, പഴയ വീഡിയോസ് എല്ലാം ഇപ്പോഴത്തെ വീഡിയോസും എല്ലാം എടുക്കുന്നത് ഞാൻ എൻ്റെ സാംസങ്ങിൻ്റെ മൊബൈൽ തന്നെയാണ്. അപ്പം അത് തറയെ ഒരുപാട് തവണ എൻ്റെ വേണ്ടിയിട്ട് വന്നിട്ട് ഇന്നുവരെ ഒരു കംപ്ലയിൻറ്റ് അതിന് വന്നിട്ടില്ല. ബുക്ക് കവർ ആയതിൻ്റെ പേരിൽ അതിൻ്റെ നമ്മൾ ഒട്ടിച്ച സ്റ്റിക്കർ പോലും പൊട്ടിയിട്ടില്ല. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുക്ക് കവറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കവറാണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ മൊബൈൽ നല്ല സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഇവിടെ കാണാം, ഈ സൈഡിലാണ് നമ്മളെ സിം ഇടുന്നത്. അതിനൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ വോളിയം ബട്ടനും അതിനൊക്കെ ഇവിടെ അതിൻ്റെ ടച്ച് പാനലുമാണ്. ടച്ച് ചെയ്ത് ഓപ്പൺ ആക്കുള്ള അതിനൊക്കെ നമുക്കൊന്ന് മൊബൈൽ ഓൺ ആകാം. അതിനൊക്കെ മൊബൈൽ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾ ഇവിടെ കാണാം, ഈ സൈഡിൽ നമ്മളെ ഹെഡ്ഫോണിൻ്റെ ജാക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മൊബൈൽ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മൊബൈൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ടച്ചൊക്കെ നോക്കുന്നത്, ടച്ചൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ നല്ല ടച്ചും കാര്യങ്ങളൊക്കെ എല്ലാം പോരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് നല്ല ഫാസ്റ്റാണ് ടച്ചും കാര്യങ്ങളൊക്കെ. ക്യാമറ വശം നോക്കിയാലും ക്യാമറയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് കമ്പനി. ഇതിലൊക്കെ വീഡിയോസ് ആയിക്കോട്ടെ, അതൊക്കെ ഫോട്ടോസ് ആയിക്കോട്ടെ നല്ല ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരുപാട് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ഫിൽറ്ററൊക്കെ യൂസ് ചെയ്ത് നല്ല ഫിൽറ്ററൊക്കെ യൂസ് ചെയ്ത് നല്ല വെളുപ്പിച്ച് തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇതിൽ എടുക്കാൻ പറ്റും. 28 GB റാം, 8 GB മെമ്മറി കാർഡുള്ള അടിപൊളിയായിട്ടുള്ള മൊബൈലാണ്. നിങ്ങൾ മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് ബെല്ലൈക്കൺ അളക്കരുത്, മറക്കാതെ. ഞാൻ ചെയ്യുന്ന പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ലൈക്കിനെ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്ത പ്രയോജനം. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ